അപ്പോൾ ഇന്നില്ലൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ട് തന്നെ വന്നിനെ. രാവിലെ വന്നിനെ, അല്ലെങ്കിൽ ഒരു 6:30 ആ ഒരു ടൈമിൽ വന്നിനെ. നല്ല തിരക്കുള്ള ഡേ ആണ്. അപ്പോൾ ഡേ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താക്കണം, നല്ല സ്ട്രോങ് ഒരു ചായ കുടിക്കണ്ടേ. ചായ കുടിച്ചിട്ടായിട്ട് തുടങ്ങാം. കുറേ പണിയുണ്ട്. തന്നുക്കും മിന്നൻ്റെയൊക്കെ ടിഫിനുണ്ട്. ഇനി 3 സ്കൂളിൽ വിടാനുണ്ട്. പിന്നെ ടിഫിനിലേക്ക് ചോറാണ് നിന്ന് കൊടുക്കാൻ വിചാരിച്ചാൽ. അങ്ങനെ ചോറ്, പച്ചപ്പയർ കറി, പപ്പടം, പിന്നെന്താ മുട്ട ഓംപ്ലേറ്റ്, അങ്ങനെ എന്തെല്ലോ കൊടുക്കാൻ വിചാരിച്ചാൽ. അങ്ങനെ ചോറാണ്ട് റെഡിയാകുന്നുണ്ട്. പപ്പടം നമുക്ക് ആയിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പീസാക്കിയിട്ട് തന്നെ വെക്കുക. പീസാക്കിയിട്ട് അതിനെ എണ്ണയിലിട്ടിട്ട് എടുക്കുക. അങ്ങനെ പപ്പടം എല്ലാം എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ദോശ ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. ദോശ ഇവിടെ പിള്ളേർക്ക് കഴിക്കാൻ. ചോറ്, പച്ചപ്പയർ കറി, മുട്ട ഓംപ്ലേറ്റ്, പപ്പടം എല്ലാം പോകുമ്പോൾ കൊണ്ടുപോകാനാണ് ടിഫിനിലിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാടെ സെറ്റാകുമ്പോൾ ഇപ്പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ബൂസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് പിള്ളമാർക്കുള്ളത്. അപ്പോൾ രാവിലെ ഒരു 2 കൈയൊന്നും തേയല്ല, മാഷാല്ലാ 4 കൈ ഉണ്ടെങ്കിൽ അതും തേയല്ലേ. അത്രയ്ക്ക് തിരക്കല്ലേ പിള്ളമാരെല്ലാം പോകുമ്പോൾ. അങ്ങനെ അതാ ഞാൻ ബൂസ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ബൂസ്റ്റ് തളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കിയിട്ട് വെക്കാം. കുറച്ച് ചൂടാറിട്ട് എന്തെങ്കിലും തിരക്കുണ്ട്. ഇനി മിതാദിനെ സ്കൂളിൽ പോകാൻ തുടങ്ങി 8 മണിക്ക് തന്നെ പോകണം. 8:15 മിന്നാക്ക് പോകണം. 9:30 ആകുമ്പോൾ തന്നുക്ക് പോകണം. അങ്ങനെ എല്ലാം രാവിലെ ഭയങ്കര ജഗ്ഗപോകായിരിക്കും അറിഞ്ഞു. ഇപ്പോൾ ഇനി അങ്ങനെ ചോറെല്ലാം അൽഹംദുലില്ലാ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് പച്ചപ്പയർ കറിയും റെഡി ആയിരുന്നു. അപ്പോൾ മിന്നുക്ക് ചോറ് വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മിന്നുക്ക് ദോശയും തന്നുക്ക് ചോറാണ് ഇഷ്ടം. അങ്ങനെ തന്നുക്കും ചൂട് ചോറും പച്ചപ്പയർ കറിയും മുട്ട ഓംപ്ലേറ്റ്, പിന്നെ പപ്പടം, അച്ചാറിൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ട്. ഞാൻ അച്ചാർ മാത്രം ഇട്ടിട്ടില്ല. അങ്ങനെ ബാക്കിയെല്ലാം ഇട്ടിട്ട് അൽഹംദുലില്ലാ പിള്ളേരൊന്ന് സെറ്റാക്കിയിട്ട് എടുത്ത്. അങ്ങനെ അവരോട് ഫുഡ് കഴിക്കാനെല്ലാം പറഞ്ഞിട്ട് ഞാൻ പിന്നെ മിതാദിന് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇന്ന് പേരൻസ് പോകണമെന്ന് വെച്ചിട്ട് അങ്ങനെ മിതാദ് ഇസ്രയെല്ലാം ഇട്ടിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ പോകുന്നല്ലേ. അങ്ങനെ ഇന്ന് പേരൻസിന് മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും ഉമ്മാമാർ എന്നെ കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി ഇന്നലെ. അങ്ങനെ ചടപട എന്നിട്ട് പാഞ്ഞില്ലേ. മഹദിനൊന്നും കൊണ്ടില്ല. മഹദിനെ ഭാവിൻ്റെ അടുത്താക്കിയിട്ട് പോയതാണ്. അങ്ങനെ പോയിട്ട് അവിടെ കുറേ ഉണ്ടായിരുന്നു ക്ലാസ്സെല്ലാം. നല്ല ക്ലാസ്സാണ്, നമുക്ക് നല്ല ഭാഗം മനസ്സിലാക്കി തരുന്നത്. പക്ഷെ എല്ലാ മക്കളെയും പഠിച്ചോ കാക്കട്ടല്ലേ. ഇനി +1 +2 എല്ലാം പോകുമ്പോൾ ഒരു പേടി തന്നെയല്ലേ നമുക്ക്. പക്ഷേ അല്ല നമ്മളെ മക്കൾ അങ്ങനെയൊന്നും ആവില്ല, എന്നാലും നമ്മൾ പേടിക്കണം അല്ലേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ. അങ്ങനെ മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഇല്ലേ 12 മണി എന്തോ അതിന് വരുമ്പോഴേക്ക് നല്ല പൈച്ചിട്ടുണ്ടായിന്. പിള്ളേർക്ക് സ്പീഡിൽ കൊടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. വേഗം വന്നിട്ട് കഴിക്കാനായിട്ട് നോക്കുമ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ മീറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ 12 മണി. അങ്ങനെ ഒരു സമൂസയും ഒരു ചായയും ഞാൻ ഇതെല്ലാം കഴിച്ചിട്ടതിന് ശേഷം നേരെ നമ്മളെ മുളിയെടുക്കുന്ന വീടേന്നില്ലേ നല്ല പൊത്ത മാങ്ങ വന്നിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിന്. അങ്ങനെ മാങ്ങാവും എല്ലാം മേങ്ങിയിട്ട് നമ്മളെ വരക്കെത്തി. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്.